വസന്തത്തിന് തുടക്കം കുറിക്കുകയും ദാർശനികതയോടൊപ്പം സാമൂഹിക പരിഷ്കരണവും കവിതയുടെ അടയാളമാക്കുകയും ചെയ്ത കുമാരനാശാൻ 20ാം നൂറ്റാണ്ടിലെ മലയാള കവിതയിൽ ഏറ്റവും സ്വാധീനം സൃഷ്ടിച്ച കവിയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ 86ാം ചരമദിനം. കവി എന്ന നിലയിൽ മാത്രമല്ല, അധസ്ഥിതരുടെ പടനായകനായും അദ്ദേഹം കേരളീയ സമൂഹ ജീവിതത്തിൽ നിറഞ്ഞുനിന്നു. ശ്രീനാരായണ ഗുരുവിന്റെ സാമുദായിക പരിഷ്കരണ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങി ആ മേഖലയിൽ പ്രവർത്തിച്ച ആശാൻ കവിതയിൽ ആധുനികതയുടെ സന്ദേശവാഹകനുമായിരുന്നു. തിരുവനന്തപുരം ചിറയിൻകീഴിനടുത്ത് കായിക്കരയിൽ 1873 ഏപ്രിൽ 12 കുമാരൻ ജനിച്ചു. കുമാരു എന്നായിരുന്നു വിളിപ്പേര്. 14ാം വയസ്സിൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് തുടർന്ന് പഠിക്കാൻ താൽപര്യമുണ്ടായിരുന്നെങ്കിലും സാഹചര്യം അനുവദിച്ചില്ല. സ്തോത്രങ്ങളും ശ്ലോകങ്ങളും പാട്ടുകളും മറ്റും അദ്ദേഹം എഴുതി തുടങ്ങി. ഈഴവ സമുദായത്തിന് ആത്മീയ നവോത്ഥാനം നൽകിക്കൊണ്ട് ശ്രീനാരായണ ഗുരു ഉയർന്നുവരുന്ന കാലമായിരുന്നു അത്. ഒരിക്കൽ സുഖമില്ലാതെ കിടക്കുകയായിരുന്ന കുമാരുവിനെ ഗുരു സന്ദർശിച്ചു. അന്ന് തുടങ്ങിയ ബന്ധം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. 20 വയസ്സുള്ളപ്പോൾ വക്കം സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്ത് കുമാരു ഒരു സംസ്കൃത പാഠശാല തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം കുമാരനാശാനായി മാറിയത്. കുറച്ചുകാലം അവിടെ കഴിഞ്ഞ അദ്ദേഹം ഒരു ദിവസം എങ്ങോട്ടെന്നില്ലാതെ യാത്ര പുറപ്പെട്ടു. സന്യാസി ആവണം എന്നതായിരുന്നു ആഗ്രഹം. അരുവിപ്പുറത്തെ ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമത്തിലാണ് ആ യാത്ര അവസാനിച്ചത്. അവിടുത്തെ ജീവിതവും ഗുരുവിന്റെ സാമീപ്യവും ആശാന്റെ മനസ്സിലെ വേദാന്തിയെയും സാമൂഹിക ചിന്തകനെയും ഒരുപോലെ ഉണർത്തി. കൂടുതൽ പഠനമാണ് കുമാരനാശാന് വേണ്ടതെന്ന് ഗുരു നിർദ്ദേശിച്ചു. ബാംഗ്ലൂരിൽ ഉപരിപഠനം നടത്താൻ വേണ്ട ഏർപ്പാടുകളും അദ്ദേഹം ചെയ്തുകൊടുത്തു. ഈഴവ സമുദായത്തിന്റെ ഉയർച്ചയിൽ തൽപരനും ഗുരുവിന്റെ സുഹൃത്തുമായിരുന്ന ഡോക്ടർ പൽപു അന്ന് ബാംഗ്ലൂരിലുണ്ടായിരുന്നു. ബാംഗ്ലൂരിലെ ശ്രീ ചാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ കുമാരനാശാന് പൽപു അഡ്മിഷൻ ശരിയാക്കി. അവിടെ 3 വർഷം പഠിച്ച ആശാൻ പിന്നീട് കൊൽക്കത്തയിലെ സംസ്കൃത കോളേജിൽ ചേർന്നു. ഇംഗ്ലീഷിലും ആശാൻ അറിവ് നേടിയത് ഇക്കാലത്താണ്. ബംഗാളിൽ നവോത്ഥാനത്തിന്റെ കാലഘട്ടമായിരുന്നു അത്. കൊൽക്കത്തയിലെ 2 വർഷം ആശാന്റെ ആശയലോകത്തെയും അടിമുടി ഉടച്ചുവാർത്തു. മടങ്ങിയെത്തിയ ആശാൻ അരുവിപ്പുറത്തെ ആശ്രമത്തിലാണ് താമസിച്ചത്. 1903 ജൂൺ 4 അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിന്റെയും ഡോക്ടർ പൽപുവിന്റെയും നേതൃത്വത്തിൽ SNDP യോഗം പിറവിയെടുത്തു. ഈഴവ സമുദായത്തെ പരിഷ്കരിച്ച് ഔന്നത്യത്തിലേക്കുയർത്തുകയായിരുന്നു ലക്ഷ്യം. സംഘടനയുടെ ആദ്യത്തെ സെക്രട്ടറിയായി കുമാരനാശാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. സാമൂഹിക പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം കൂടുതൽ സമയം വ്യാപൃതനായി. ഇതിന് സമാന്തരമായി പഴയതിൽ നിന്ന് വ്യത്യസ്തനായ കവിയും കുമാരനാശാന്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരികയായിരുന്നു. മലയാള കവിതയിൽ നവീനതയുടെ വരവറിയിക്കുന്ന ആദ്യത്തെ കാവ്യം 1907 ഡിസംബറിൽ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന മിതവാദിയിൽ പ്രത്യക്ഷപ്പെട്ടു. അതായിരുന്നു വീണപൂവ്. കൊഴിഞ്ഞു വീണ ഒരു പൂവിനെ മുൻനിർത്തി ജീവിതത്തെക്കുറിച്ചുള്ള ദാർശനിക സമസ്യകൾ അവതരിപ്പിച്ച ആ ചെറുകാവ്യം വലിയൊരു കാവ്യ വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ചു. വീണപൂവിന് ശേഷം ആശാൻ എഴുതിയ കാവ്യങ്ങൾ ആധുനിക മലയാള സാഹിത്യത്തിലെ ക്ലാസിക്കുകളാണ്. ഒരു സിംഹപ്രസവം, നളിനി, ലീല, ബാലരാമായണം, ശ്രീബുദ്ധചരിതം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, പുഷ്പവാടി, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി, കരുണ, മണിമാല, വനമാല എന്നിവയാണ് ആ കാവ്യങ്ങൾ. 1913 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ SNDP യോഗത്തിന്റെ പ്രതിനിധിയായി. 1920 യോഗം സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ് ആശാൻ നിയമസഭാംഗമായി. 1922 ബ്രിട്ടീഷ് യുവരാജാവായ വെയിൽസ് രാജകുമാരൻ അദ്ദേഹത്തിന് പട്ടും വളയും സമ്മാനിച്ചു. 1924 ജനുവരി 16 കോട്ടയത്തെ ഒരു യോഗത്തിൽ പങ്കെടുക്കാനായി കൊല്ലത്തുനിന്നും റെഡീമർ എന്ന ബോട്ടിൽ കുമാരനാശാൻ പുറപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് യാത്ര പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പല്ലനയാറ്റിൽ വെച്ച് ആ ബോട്ട് മുങ്ങി. 51ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. സാദരം. അവതരണം ജോൺ കുര്യൻ.